രാഹുൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ പരാതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ റിപ്പോർട്ട് തേടലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്താകും ആ വീട്ടിൽ സംഭവിക്കുക? അവിടെ വൈദ്യുതി ലഭിക്കുമോ എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ മക്കൾ റിമാൻഡിലാണ്. അക്കാര്യത്തിൽ സ്വാഭാവികമായ നിയമ നടപടികളിലൂടെ കടന്നുപോകും. ഏത് തരത്തിൽ ഇതിന്റെ ഗൗരവം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉൾക്കൊള്ളുന്നുണ്ട്? രതീഷ്, ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിട്ട് ചെറിയ കാലയളവല്ല, 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം ഇന്നലെ ഈ പ്രതിഷേധത്തെ തുടർന്ന് കൊഴിഞ്ഞു വീഴുകയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അജ്മലിൻ്റെ പിതാവിനെ കാണാൻ കഴിയും. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നുവെങ്കിലും വീട്ടിനകത്തേക്ക് കയറാതെ പുറത്തു തന്നെ കട്ടിലിട്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധ രീതി മണിക്കൂറുകളായി തുടരുകയാണ് അദ്ദേഹം. എന്തായാലും മന്ത്രിയുടേതായാലും KCB CMDയുടേതായാലും പ്രസ്താവനകളായി വരുന്നത് ഇനി KCB ജീവനക്കാരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ വീട്ടിലെ വൈദ്യുത ബന്ധം ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ബാക്കി എന്ന വണ്ണം യാതൊരു നടപടികളും ഇവിടെ ഏതായാലും കോഴിക്കോട്ടേക്ക് തിരുവമ്പാടിയിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുടുംബം പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ഇരുട്ടിൽ കഴിയേണ്ടവരായിരുന്നു, പക്ഷേ അത് ആശുപത്രിയിലായി. ഇപ്പോൾ വീടിനകത്തേക്ക് കയറാൻ കഴിയാതെ, ഒരു മോട്ടറടിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ആ ഒരു വിധത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. KCBയുടെ തിരുവമ്പാടി ഓഫീസിലേക്കാണ് മെഴുകുതിരി തെളിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ KCB ജീവനക്കാർ ആക്രമിച്ചു എന്നൊരു പരാതി, അപമര്യാദയായി പെരുമാറി എന്നൊരു പരാതി അജ്മലിൻ്റെ ഉമ്മ മറിയം തിരുവമ്പാടി പോലീസിൽ ഇന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മറിയത്തിൻ്റെ മൊഴി പോലീസ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ വീട്ടിന് മുൻപിൽ ഇപ്പോൾ കുത്തിയിരുന്ന പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ്. വീട്ടിലെ ഫ്യൂസ് ഊരുകയല്ല, അതായത് ഫ്യൂസ് ഊരുകയല്ല, മറിച്ച് ഇലക്ട്രിക് ലൈനിൽ നിന്ന് തന്നെയുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് KCB ജീവനക്കാർ ചെയ്തിരുന്നത്. നമ്മളോടൊപ്പം റസാഖ് ചേരുന്നുണ്ട്. ഇപ്പോൾ KCBയുടെ CMDയുടെ ഒരു റിലീസ് ലാസ്റ്റ് വന്നത്, നിങ്ങൾക്ക് 11 വൈദ്യുതി കണക്ഷൻ ഉണ്ട്, അതിൽ 10 എണ്ണം കൊമേഴ്ഷ്യലാണ്. തുടർച്ചയായി ബില്ലടക്കുന്നതിൻ്റെ അകത്ത് കുടിശ്ശിക വരുത്താറുണ്ട്. ഇപ്പോൾ വരുന്ന ജീവനക്കാരുമായിട്ടൊക്കെ വലിയ രീതിയിൽ തർക്കമുണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഒരു തർക്കം എനിക്ക് എൻ്റെ ഓർമ്മയില്ല. ഞാൻ ആർക്കും തർക്കം ഉണ്ടാക്കില്ല. എല്ലാ ബില്ലും കറക്റ്റ് നമ്മൾ അടയ്ക്കുന്ന, ഒരാൾക്കും ചെയ്ത് കൊടുക്കാൻ കറക്റ്റ് എല്ലാ മാസം നമ്മൾ അടയ്ക്കുന്ന, എല്ലാ മാസം അടയ്ക്കാതൊക്കെ ഫീസും ഇല്ല, ഒരു അടയ്ക്കാതൊന്നുമില്ല, എല്ലാ മാസം കറക്റ്റ് അടയ്ക്കുന്ന. നിങ്ങളുടെ പേരിൽ 11 കണക്ഷൻ ഉണ്ടോ? അത് 2 വേറെ ഉണ്ട്, 14 ലക്ഷം ഉണ്ട്. ജോസഫിൻ്റെ ഉണ്ട്, അതൊക്കെ നമ്മളെ പേരില്ല, അതൊക്കെ കറക്റ്റ് അടക്കുന്ന, ഒന്നും ഡിലേ ആക്കിയില്ല നമ്മൾ. അത്രേ ഉള്ളൂ. ഇപ്പോൾ KCB ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുടെ പ്രസ്താവന തന്നെ വരുമ്പോൾ ഞാൻ പറയാം, അതിൻ്റെ അകത്ത് പറഞ്ഞ വരികൾ പറയാം. ആക്രമിച്ചയാളുടെ പിതാവിൻ്റെ പേരിൽ 11 വൈദ്യുതി കണക്ഷനുകളാണ് ഉള്ളത്, അതിൽ 10 എണ്ണം കൊമേഴ്ഷ്യൽ കണക്ഷനാണ്. സ്ഥിരമായി വൈദ്യുതിയിൽ അടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും വാക്കുതർക്കവും ഭീഷണിയും പതിവാണ്. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഇവരിൽ നിന്നും KCBക്കുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയും ചെയ്യും. ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്ന് തന്നെ നൽകാൻ KCB തയ്യാറാണ്. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആരും ആക്രമിക്കില്ല, അത് ഉറപ്പാണ്. ആക്രമിച്ചിട്ട് ഇട്ടില്ല, ഞാൻ ആരും ഉപദ്രവിക്കിട്ടില്ലോ, ഞാൻ ഇതൊരു ചെയ്തില്ല. സംസാരത്തിൻ്റെ പ്രശ്നമുണ്ട്, സ്ട്രോക്കുള്ള കാരണം, അതുകൊണ്ടാണ് സംസാരം പെട്ടെന്ന് കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ ആരും ഉപദ്രവിക്കില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഡിലേ ആക്കിയിട്ടില്ല. ഈ 10 കണക്ഷനിൽ ബില്ലടക്കുന്ന കാര്യത്തിൽ തുടർച്ചയായി ഡിലേ വരുത്താറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഡിലേ വരുത്തിയിട്ടില്ല. നാളെ ഇന്ന് നടക്കും, ലാസ്റ്റ് ദിവസം നടക്കും, നാളെ ഇന്ന് തലേ ദിവസം നടക്കും, നടക്കാറുണ്ട്. രാഹുലെ, ഒരു കാര്യം ചോദിക്കാമോ? ഈ ഉറപ്പ് നൽകിയാലേ, ഇപ്പോൾ അക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം. അത്ര അക്രമം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയാലേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കൂ എന്നാണ് KCBയുടെയും മന്ത്രിയുടെയും ഒക്കെ നിലപാട്. അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നുണ്ടോ? എന്താണ് അവിടെ എല്ലാവരും ആലോചിക്കുന്നത്? രതീഷ്, അത് തന്നെയാണ് നമ്മൾ നേരത്തെ മന്ത്രി പറഞ്ഞ സമയം മുതൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പിതാവിനോട് ഒരിക്കൽ കൂടെ ചോദിക്കാം. അതായത് മന്ത്രിയായാലും ഇപ്പോൾ ചെയർമാനായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രസ്താവനകളിൽ വരുന്നത് KCB ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാലാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുക ഇന്ന് തന്നെ എന്നാണ്. ആക്രമിക്കൂല, ആരെയും ആക്രമിക്കൂല, പോരെ. ഞാനൊരു ആരെയും ആക്രമിച്ചിട്ടും ഞാൻ ആക്രമിക്കൂല, പോരെ. കണക്ഷൻ കൊടുത്തു, ആക്രമിച്ചിട്ടുമില്ല. ഇല്ല, ഇതുവരെ ആക്രമിച്ചില്ല. എനിക്ക് കഴിവില്ല ആളല്ലേ ഞാൻ. എനിക്ക് കൈ ഇങ്ങനെ പൊമ്മൂല, അതിരിക്കും പിടിച്ചാൽ തന്നെ അറിയാം.
ആരെയും ആക്രമിക്കൂല പോരെ. മക്കള് KCB ഓഫീസിൽ പോയി നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തു നിൽക്കുക കണ്ടുവരികയല്ലേ? ഞാൻ ഉത്തരവാദിയല്ല. അവർ ഏറ്റു നോക്കുക. നിങ്ങൾ നിയമപരമായി അവർ ചെയ്തോളി. ഞാനൊന്നുമല്ല കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പോരെ. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവരുമായി ചോദിക്കുക. ഞാനൊന്നും അറിയില്ല പറ്റി. ഓക്കെ. രതീഷ്, ഏതായാലും പിതാവിന്റെ പ്രതികരണമാണ് കേട്ടത്.